ഇന്ന് കാണിക്കുന്ന ടോട്ടലായിട്ട് 2 ഏക്കർ 35 സെൻറ്റ് സ്ഥലമാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു വലിയൊരു വീടടക്കമാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വ്യൂ നോക്കി. ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വൽ ആഡ് ചെയ്തേക്കാം. ഭയങ്കര ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിൽ കിടപ്പുണ്ട്. നമുക്കിതിനകത്ത് വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കോ ഒന്നും ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനകത്ത് ഒരു റിസോർട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിലി ചെയ്യാൻ പറ്റുന്ന ടോട്ടലായിട്ട് 2 ഏക്കർ 35 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത്. ഈ കാണുന്ന കെട്ടിടമായാലും നമുക്ക് അതിനകത്ത് താമസയോഗ്യമായിട്ടുള്ള രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. അതിന് ചെറിയ രീതിയിലുള്ള റെനോവേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതും നല്ല നീറ്റായിട്ട് ഒരു റിസോർട്ട് ആംബിയൻസിലാക്കി എടുക്കാൻ സാധിക്കും. നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കൊല്ലത്താണ്. കൊല്ലം കുണ്ട്ര പടപ്പാക്കരയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ പടപ്പാക്കര പേരേത്ത് വന്നിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിനി ബോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ സാമ്പ്രാണിക്കൊടി അതുപോലെ മൺട്രോത്തുരുത്ത് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദേ കാണുന്ന ആ പാലം വന്നിട്ട് പെരുമൺ പാലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുതിയ പാലത്തിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടുത്തെ കായലിലെ വെള്ളം നല്ല തെളിഞ്ഞ് കിടക്കുവാണേ. ഏറ്റവും രുചികരമായിട്ടുള്ള കരിമീനുള്ളത് ഈ ഒരു കായലിൽ നിന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അഷ്ടമുടി കായലിൻ്റെ ഒരു കൈവഴിയാണ് ഈ കാണുന്നത്. എങ്ങനെയാ വെച്ചാൽ ഏറ്റവും രുചികരമായിട്ടുള്ള കരിമീൻ വളർത്തുന്നത് അല്ലെങ്കിൽ പിടിക്കുന്നത് ഈ ഒരു കായലിൽ നിന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വാട്ടർ ഫ്രണ്ടേജ് ഏകദേശം 150 മീറ്ററിന് മേളിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാട്ടർ ഫ്രണ്ടേജ്. ഇതാ എങ്ങനെയാ വെച്ചാൽ ഇവിടേക്ക് നമുക്ക് ബോട്ടുകൾ എന്തെങ്കിലും കൊണ്ട് അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈസിലി ചെയ്യാം. ഇപ്പം നമുക്കിവിടെ റിസോർട്ടാണ്. നമ്മുടെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഇതിനകത്ത് ബോട്ടിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വഞ്ചർ ആക്ടിവിറ്റിയോ മറ്റേ ഈ കയാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും. നമുക്കിതാ ഈ കെട്ടിടം വന്നിട്ട് 3 നിലകളിലായിട്ടുള്ള കെട്ടിടമാണ്. എങ്ങനെയാ വെച്ചാൽ ഇതിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇത് അവിടെ നിന്ന് ആ വീടിരിപ്പുണ്ടാകുന്നുണ്ടോ അതിൻ്റെ മേളിലൂടെയാണ് റോഡ്. ആ റോഡ് വഴി നമുക്ക് ഇങ്ങോട്ട് അകത്തേക്ക് ലോറി ഇറങ്ങുന്ന രീതിയിലുള്ള വഴിയുണ്ട്. നമ്മൾ താഴെയാണെങ്കിൽ നമുക്കൊരു കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ്, അതായത് സ്ട്രക്ചറിനകത്ത് തന്നെ ഒരു ഷട്ടറോട് കൂടിയ ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ആ നിലയിലായിട്ട് കുറച്ച് റൂംസ് കാണാം. എന്നിട്ട് അടുത്തൊരു തട്ട്, എന്നിട്ട് 3ാമത്തെ നില ഏറ്റവും മേളിലും കാണാൻ സാധിക്കും. അങ്ങനെ 3 നിലകളിലായിട്ടാണ് നമുക്ക് ഈ ഒരു കെട്ടിടം ഉള്ളത്. കെട്ടിടത്തിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാ. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള മെയിൻ എൻട്രൻസ് ദേ കാണുന്ന ഗേറ്റാണ് കേട്ടോ. അതിനകത്തേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഈ ഒരു നിലയിലേക്ക് നമുക്ക് എൻട്രൻസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഈ ഒരു ഫ്ലോറിലേക്ക് കയറാൻ സാധിക്കും. അതുപോലെ താഴത്തെ ബേസ്മെൻറ്റ് ഫ്ലോറിലേക്ക് നമുക്കിങ്ങനെ താഴെ കൂടെ വന്ന് ആ രീതിയിലും കയറാം. ഇത് വീട് വന്നിട്ട് പഴക്കമുള്ളതാണ്. പക്ഷേ പഴക്കമുള്ള വീടാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഹെറിറ്റേജ് കെട്ടിടമായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. ഇതിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഇവിടെ വന്നൊരു കോമൺ ഏരിയയിലേക്ക് എൻട്രൻസ് വരും. ഈ ഭാഗത്ത് നമുക്കൊരു കിച്ചണാണ്. അല്ലാണ്ട് ഇവിടെ ആയാലും നമുക്ക് വലിയൊരു കോമൺ ഏരിയ കിട്ടുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഇതിൽ എല്ലാ റൂമിൽ നിന്നും നമുക്ക് കായലിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് കെട്ടിടത്തിൻ്റെ ആ ഒരു ലൊക്കേഷൻ കേട്ടോ. കണ്ടോ, അതായത് ഇവിടെ ഒരു വലിയൊരു ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. കുറേ അധികം ഭയങ്കര ഗ്രാൻഡാണ് കേട്ടോ. ശരിക്കും നമുക്കിതിനെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്ത് നമുക്കൊരു ഹെറിറ്റേജ് റിസോർട്ടിൻ്റെ വ്യൂവിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നോക്കി, ഇതിനകത്തൊരു ഹണിമൂൺ കോട്ടേജൊക്കെ ആയിക്കഴിഞ്ഞാൽ കപ്പിൾസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പ്രോപ്പർട്ടി ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ആ സൈഡിലേക്കും റൂംസ് കാണാം. ഇതുപോലെ ഇനി താഴെയും മേളിലും ഒക്കെ ആയിട്ട് വേറെയും റൂംസ് ഉണ്ട്. ഇവിടെ ആയിട്ട് അടുത്തൊരു റൂമുണ്ട്. ഇതായാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ റൂമിൽ നിന്ന് നമുക്കൊരു സിറ്റൗട്ടിലേക്ക് എൻട്രി വരും. അതുപോലെ പിൻവശത്തേക്ക് ഇങ്ങോട്ടേക്ക് കായൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ബാൽക്കണി സ്പേസും കിട്ടും. കിടിലം പ്രോപ്പർട്ടി കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ അന്തരീക്ഷം നല്ല രസമാണ്. ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി പ്ലാവും മാവും അതുപോലെ തന്നെ പറങ്ങിമാവും അങ്ങനെ ഇഷ്ടം പോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അങ്ങനെ നല്ല രസമുള്ളൊരു പ്രോപ്പർട്ടി. എന്തായാലും ഇതുപോലൊരു വൈബ് പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്ടർ ഫ്രണ്ടേജിൽ വേണമെന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി മിസ്സാക്കണ്ട. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നായാലും വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ്. കുണ്ട്ര ടെക്നോ പാർക്കൊക്കെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-4.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ സാമ്പ്രാണിക്കൊടി അല്ലെങ്കിൽ നമ്മുടെ മൺട്രോത്തുരുത്ത് അതിലേക്കെല്ലാം ഈസിലി ചെന്നെത്താൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ ഡ്രോൺ വിഷ്വൽ കാണിച്ചേക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കാണാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കുക. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് 2.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കുക. എങ്ങനെയാ വെച്ചാൽ നമുക്കിതാ ഇത്രയും ഭംഗിയുള്ള ഈ പ്രോപ്പർട്ടിയുടെ ഭംഗിക്കും അതിൻ്റെ ആ ഒരു ലാൻഡിൻ്റെ കിടപ്പിനുമാണ് പൈസ കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇതിൽ വേറെ എർത്ത് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും.